ഹലോ, കൊച്ചുണ്ണി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പ്രൊപ്പറേറ്റർ കോട്ടയം കൊച്ചുണ്ണി സ്പീക്ക്. ഡോ രാവിലെ തന്നെ തള്ളക്ക് വിളിക്കാടോ. ഡോ തന്റെ പന്ന പറട്ട ലൊക്കട വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഒരു പിച്ചക്കാരനും വാങ്ങിക്കില്ല. തന്റെ വണ്ടിയെ റോഡ് കണ്ട ഓക്കാനിക്കും. പെട്രോളിന് വില കൂടിയപ്പോ പാം ഓയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ചവനല്ലടോ താൻ. എടാ തെണ്ടി, നിന്റെ വണ്ടി വല്ല സിനിമാക്കാർക്കും കൊണ്ടുകൂടെ. അവര് വല്ല നായകനെയോ വില്ലനെയോ ഇരുത്തി കൊക്കയിൽ തള്ളിക്കൊള്ളൂ, അല്ലെങ്കിൽ അമിട്ട് വെച്ച് പൊട്ടിച്ചോളൂ. വണ്ടി വിൽക്കലല്ല, റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ ജോലി. തന്റെ വണ്ടി ഈ കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്നില്ല. ഫ്രോഡ് വേല എന്നോട് കാണിക്കരുത്. സ്ഥലം മെനക്കെടുത്താതെ താൻ വേഗം വണ്ടി എടുത്തോണ്ട് പൊക്കോ. ഇവിടെ ബെൻസ്, ടയോട്ട, ഇസൂസു ഒക്കെ ക്യൂ നിൽക്കുക. ക്യൂ 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 ക്യൂ, മനസ്സിലായോ? എടാ അന്തരു, ഇങ്ങോട്ട് വാടാ. എടാ കൊച്ചുണ്ണി, തനിക്ക് ഈടായിട്ട് കുറെ കൂടുന്നുണ്ട് കേട്ടോ. കൊച്ചുണ്ണി മുതലാളി എന്ന് വിളിയടാ. മുതലാളി മുതലാളി, തൊഴിലാളി തൊഴിലാളിയുമാണ്. താൻ കുറെ ദിവസമല്ല വണ്ടി ചരച്ചോണ്ടിരിക്കുന്നു. ഒരു പണി നടക്കുന്നില്ലല്ലോ. ഇക്കണക്കിന് ഞാൻ തന്നെ പിരിച്ചുവിടുന്ന ലക്ഷണമുണ്ട്. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. വേഗം ജോലി ചെയ്യടോ. ഉണ്ട് മടുത്തോനോട് ഉരുള വാങ്ങുന്നു, എണ്ണി മടുത്തോനോട് കാശ് വാങ്ങുന്നു. കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചെരണ്ടാൻ നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. തൊഴിലാളികളെ തൊട്ട് കളിച്ച ലക്കളി തീക്കളി കൊച്ചുണ്ണി മുതലാളി. അതൊക്കെ പണ്ട്. ഈ കോട്ടയം കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പിൽ മുതലാളിത്തമേ നടക്കൂ. അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ എല്ലാ അനുഭവം ഇതായിരിക്കും. നിന്നോടും കൂടെ ഒക്കെയാ ഞാൻ പറഞ്ഞത്. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇത് ഞാൻ തന്നെ തട്ടിപ്പോയനെ. ഏത് വായനാണ് അവ കളി കണ്ടേ? ഈ കളതക്കുട്ടി കൊച്ചുണ്ണിനെ തന്നെ. വരണം സാർ, ഇരിക്കണം സാർ. എവിടുന്നാ? എടാ അന്തരുവേ. എന്താണ് കൊച്ചുണ്ണി? അല്ല മുതലാളി, സാറിനൊരു സ്പെഷ്യൽറ്റി. നിങ്ങളാണല്ലേ എന്റെ ഉടമസ്ഥൻ? അതെ, കൊച്ചുണ്ണി, കോട്ടയം കൊച്ചുണ്ണി എന്ന് പറയും. ഞാൻ വളരെ ഫേമസ് ആണ് സാർ. സാറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? ഇഞ്ചിമണി, പാച്ചൂർ, റീബോറി? ഇല്ല, അതൊന്നുമില്ല. മദ്രാസ് വരെ ഓടിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ട്. ചെറിയൊരു മിസ്സിംഗ്. ചെറിയൊരു മിസ്സിംഗ്. എടാ അന്തരുവേ, ചായ വേണ്ട. വലിയ ഉപകാരം. കുറഞ്ഞത് 6 ദിവസമെങ്കിലും വേണ്ടി വരും. മാക്സിമം 2 days. എന്ത് വണ്ടിയാ? സ്റ്റാൻഡേർഡ് 2000. കഴിയുന്ന വേഗം കിട്ടണം. സ്റ്റാൻഡേർഡ് 2000 അല്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത 5000 ഈ കൊച്ചുണ്ണിയുടെ കൈ കിട്ടിയാൽ സ്റ്റാൻഡേർഡ് വന്നിരിക്കും, ഇല്ല സ്റ്റാൻഡേർഡ് വരുത്തിയിടും. ഇതാണ് എന്റെ മദ്രാസ് അഡ്രസ്. വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് മദ്രാസിൽ എത്തിച്ചു തരണം. ഡ്രൈവർമാരുണ്ട്, പക്ഷെ ആരും വിശ്വസ്തരല്ല. ബുദ്ധിമുട്ടാണ്. ഇത് 5000 രൂപയുണ്ട്. വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ഉണ്ട് സാർ, വിശ്വസ്തരേ ഉള്ളൂ. വണ്ടി മദ്രാസിൽ എത്തിയാൽ 5000 കൂടി. എടാ അന്തരു, സാറിന് ഒരു സ്പെഷ്യൽ കൂൾ ഡ്രിങ്ക്സ് കൂടെ. വേണ്ട. വേണ്ടാന്ന് എന്റെ വർക്കർ. തനിക്ക് പരോൾ എത്ര ദിവസം കൂടിയുണ്ട്? തിങ്കളാഴ്ച വരെ. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തണം. തിങ്കളാഴ്ച രാവിലെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാം. ആശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3500 രൂപ വേണം. 3500 രൂപ അല്ലേ? അതെ, കടമായിട്ട് മതി. എന്റെ കയ്യില് ധാരാളം പണമുണ്ട്. അത് ഞാൻ നിനക്ക് കടമായിട്ട് തരില്ല. കുഷ്ഠരോഗിന്റെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാരെ തീറ്റിക്കാൻ അല്ലടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കുന്നത്. അത് അയൊക്കെ തന്നെ തിന്നാനാ. ഞാൻ എന്തുറപ്പിമേ നിനക്ക് കാശ് തരും? നീ അത് എങ്ങനെ എനിക്ക് മടക്കി തരും? ആശാൻ അങ്ങനെ പറയരുത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. 1 കൊല്ലം കൂടിയേ ജയിലിലുള്ളൂ. തിരിച്ചു വന്നാൽ ഞാൻ തരും. തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും? നീ ജയിലിൽ നിന്നല്ലേ വരുന്നത്, ഗൾഫിൽ നിന്നല്ലല്ലോ. അല്ല ആശാനെ, തിരിച്ചു വന്നാൽ ഞാൻ ജോലി എടുത്തു തരും.
ജ്വാലിയാ? എന്ത് ജ്വാലി? 3500 രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. അതേത് വീട്? ആശാന്റെ വീടോ മറ്റാണോ? കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. ഇറങ്ങി പോടാ. എനിക്കിത് വേണോ ആശാൻ? പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും, നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റിയപ്പോഴും, ഈർക്കില് കുത്തി കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റിയില്ല. എന്തുകൊണ്ട്? ഒരു ഭക്തി. ഞാൻ ഒരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല മുൻ കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഗോതമ്പുണ്ട നിന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും. ആശാനെ, ഞാൻ ആശാനെ ഒറ്റും. വീണ്ടും കാണാം. ഇവിടെ വെച്ചല്ല, സെൻട്രൽ ജയിലിൽ വെച്ച്. ഗുഡ് ബൈ. എന്റെ പൊന്നു മോനെ, പിണങ്ങി പോവുകയാണോ? ഞാനൊരു കളിതമാശ പറഞ്ഞതല്ലേ. സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ 3500 രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ. നീ വിചാരിച്ചോടാ? താനൊങ്ങനെ വിചാരിച്ചോടോ? ആ സത്യം. അത് തന്റെ വിവരക്കേടുണ്ടാ. പോയി വെള്ളം ചൂടാതെ നോക്കണോ. നിന്റെ പരോൾ എന്നാ കഴിയുന്നേ? തിങ്കളാഴ്ച, അതായത് മൺഡേ. MONDAY. ഈ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. അടിച്ചു മാറ്റണം. എന്റെ തിണ്ണെ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ. ഇത് മദ്രാസ് ഒരാളുടെയാ. ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് 5000 രൂപ കിട്ടും. വളരെ സന്തോഷം ആശാനെ. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇത് അലുവ പോലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ. നീ അത് കണ്ടാങ്ക്രസ് ആക്കരുത്. എന്താ ആശാനെ, എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. മദ്രാസ്, മദ്രാസ്, മദ്രാസ്. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം വഴി മദ്രാസ്. മദ്രാസ്, മദ്രാസ്, മദ്രാസ്. പുത്തൻ സ്റ്റാൻഡേർഡ് 2000 ആണ്. ബസ് ചാർജ് എന്നാൽ മതി. മദ്രാസ്, സേലം വഴി മദ്രാസ്. AC കാറാണ്. ചാനൽ മ്യൂസിക് ഉണ്ട്. മദ്രാസ്, സേലം വഴി മദ്രാസ്. വണ്ടി ഒന്ന് നോക്കി നിർത്താം. എന്തിനാ സാർ? ഓഹോ, ഞാനും ഇതങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. മലയാളികൾക്കൊക്കെ ഈ ഒരു കാര്യത്തിൽ വലിയ ഒഴിവിപ്പാ സാർ. താക്കോൽ ഇവിടെ ഇരിക്കട്ടെ. എന്താ കാര്യം?
വെറുതെ കിടുവ പിടിക്കുന്നോളാ. നിന്റെയൊക്കെ അപ്പന്മാര് പൂജപ്പുര സെൻട്രലിൽ എന്റെ കൂടെ ഉണ്ടാ. അവന്മാരെന്നോട് കളിച്ചിട്ടില്ല. ഞാൻ പരോളിലായി പോയ നിന്റെയൊക്കെ ഭാഗ്യം. ഒരു കാറ് മോഷ്ടാക്കള്. அப்பா என்ன பண்றீங்க? வேலையை கவரியப்பா. அங்கடா வேடிக்கை. என்ன வண்டியா இது? டப்பாவா? നമ്മളാണോ മുതലാളി? என்ன நீங்க தானே முதலாளி? என்ன தொழிலாளியா? பார்த்தா தெரியல. நான் தான் பட்டறைக்கு முதலாளி. உனக்கு என்ன வேணும்? ஐயா காப்பாத்தணும். காப்பாத்தணுமா? எப்படி? அண்ணாச்சி இந்த வண்டி நம்ம வண்டி கிளாஸ் மாറ്റി വൈകുന്നേരത്തിനകം തരണം. இல்லைன்னா கொலை பண்ணிடுவேன். கொலையா? ஏண்டா ஏன் ஒர்க் ஷாப்புக்கு வந்து என்னையே கொலை பண்றீங்க? உனக்கு என்ன திமிர் இருக்கணும்? അല്ല സ്വാമി ഉങ്ങളെ അല്ല എന്നെ. അവന്മാര് ഈ കാറിന്റെ ഉടമസ്ഥന്മാര്. ഞാൻ വെറും ഡ്രൈവർ. മലയാളി, ഏഴை, புவர் மேன். அடடா, இன்னைக்கு நிறைய வேலை இருக்கப்பா. நீ ஒண்ணு பண்ணு, வண்டி இங்க விட்டுட்டு நாளை காலையில வா. ஐயோ நாளை காலையிலயா? இன்னு வைகுന്നേരം வேணும். யோ முடியாதுன்னா முடியாதுதான். நாளை காலையில வாயா. போயா. டேய் வேலையை பாருங்கடா. என்ன வேணும் சார்? என்ன இருக்கு? மசால் தோசை, ஊத்தப்பம், இட்லி, வடை, பொங்கல், சப்பாத்தி, பரோட்டா. மசாலா தோசை என்ன விலை? 4 ரூபா 50 காசு. பிளைன் தோசை 3 ரூபா 50 காசு. வடை 1 ரூபா. ஒரு சாய மாத்திரம் கொடு. டேய் சுப்பிரமணி, ஐயர் வந்துட்டு இருக்காரு. சம்பு ஐயர். ஒரு ஸ்பெஷல் டீ, ஒரு ஸ்பெஷல் மசாலா தோசை, எல்லாம் மாமூல். சௌக்கியமா? சௌக்கியம். உட்காரு உட்காரு. பாதிரா தங்கப்ப எடா பயங்கர. தினத்தந்தி வரலையா இன்னைக்கு? வந்திருக்கே. கொஞ்சம் கூட. അവിടെ മുങ്ങിട്ടവൻ ഇവിടെ പൊങ്ങിയ. வெள்ளப்பகுதியில் முதலமைச்சர் மழையில் நனைந்து கொண்டே குறைகளை கேட்டார். பாதிக்கப்பட்டவர்களுக்கு உணவு பொட்டலம். മലയാളം പോലും വായിക്കാൻ അറിയാത്ത ഇവൻ തമിഴ് വായിക്കുന്ന. தேங்கி கிடக்கும் தண்ணீரை பம்பு வைத்து அகற்ற அதிகாரிகளுக்கு கட்டளையிட்டார். எடா தங்கப்பா, எடா பாருயா தங்கப்பா. டேய் தங்கப்பா, நில்லா புள்ளியா அவன. டேய் தங்கப்பா. டேய்
சொல்லுப்பா யார் நீ യാർ നീയാ? എടാ ഞാൻ തോമാ തൊരപ്പൻ. துறப்பனா எந்த துறப்பன் എന്നെ നിനക്കറിയില്ലേ? நீ பேசுறது என்ன மொழி ஒண்ணுமே புரியலே உனக்கு என்னப்பா வேணும் എടാ തെണ്ടി, പകല് മുഴുവൻ ഉറങ്ങുകയും പാതിരാക്കി ഡ്രാക്കുളയെ പോലെ എഴുന്നേറ്റ് മോഷ്ടിക്കുകയും ചെയ്യുന്ന നിനക്ക് പാതിരാ തങ്കപ്പൻ എന്ന് ഓമന പേരിട്ട ഈ തൊരപ്പൻ തോമയെ നീ മറന്നുപോയടാ. டேய் பைத்தியம் எனக்கு நிறைய வேலை இருக்கு അപ്പൊ നീ തങ്കപ്പൻ അല്ലയാ? இல்ல മലയാളം തെരിയാതാ? தெரியாது 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 സോറി, ഞാൻ വേറെ മനിതനെന്ന് നനച്ചേ. വണക്കം. வணக்கம் അയ്യോ അയ്യോ എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ അപ്പൊ നീ മലയാളം മറന്നിട്ടില്ലല്ലേ? മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല അയ്യോ അയ്യോ തോമാ അപ്പൊ നീ പേരും പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാ. ജാതി മാറി പേര് മാറി പെണ്ണും കെട്ടി ഭാര്യയുടെ പേര് ജ്ഞാനസുന്ദരി. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഇന്ന് ഞാൻ ശംഭു അയ്യരാണ്. മോഷണം പിടിച്ചു പറയി തുടങ്ങിയ കലകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സ്ത്രീധനമായിട്ട് എനിക്ക് 2 ടാക്സി കാറുകൾ കിട്ടി. എന്റെ കഠിനാധ്വാനം കൊണ്ട് ഞാനത് 4 ടാക്സി കാറാക്കി. നീ ജയിലിൽ ചാടിയോ? അല്ല, പരോളിലാണ്. 2 ദിവസത്തിനകം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും നിന്നെ പോലാവും. ഏതായാലും നിന്നെ കണ്ടത് നന്നായാലേ. നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ ഭാര്യയും ബന്ധുക്കളെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അത് മാത്രം വേണ്ട. അത് ബ്രാഹ്മണന്മാരല്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും. ബ്രാഹ്മണനോ? അതെ, ശംഭു അയ്യർ. എന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ നിന്റെ ഭാര്യയെ ഞാനൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എവിടെ ഒന്ന് തങ്ങുന്നത്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ നല്ലൊരു തുക്കട ലോഡ്ജ് ഉണ്ട്. അവിടെ തങ്ങിക്കും. തുക്കട ലോഡ്ജ്? അതെ, നിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കണല്ലോ. ഞാൻ വൈകുന്നേരം വരാം. വരണമെന്നില്ല, വൈകുന്നേരം പോലീസ് അവിടെ എത്തും. നിനക്കൊരു കാര്യം അറിയാവൂ, നിന്നെ പിടിച്ചു കൊടുത്താ എനിക്ക് 10,000 രൂപ ഗവൺമെന്റ് തരും. ഇനാം പ്രഖ്യാപിച്ചത്. ആ പണം കൊണ്ട് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ താമസിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. എന്റെ വീട്ടിലൊഴിച്ച് എവിടെയാ നിനക്ക് താമസിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം. അത് വേണോ? വേണം. 2 ദിവസമെങ്കിൽ 2 ദിവസം. അന്തസ്സുള്ള കള്ളന്മാരെ പോലെ എനിക്കൊന്ന് സൂഹിക്കണം. வெயிட் பண்ண வேணாம். காலையில கலெக்ஷனோட வீட்டுக்கு வா. நாங்க எங்க போனது வந்தது யாருக்கிட்டே சொல்ல வேணாம். என்ன? சரி சார். രാധിക, നീ സംസാരിക്കാൻ പോകണം. എന്നാ ഞാൻ നിന്നാ ശരിയാവില്ല. Yes. Yes. Okay. Thank you. രാധികേ, Yes. What do you want? രാധികയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ തോമസ്. ഓ, മനസ്സിലായി. മിസ്റ്റർ തോമസിന് എന്താ വേണ്ടത്? രാധിക എന്താ ഇവിടെ? അത് കണ്ടിട്ട് മനസ്സിലായില്ലേ? 2 വർഷമായി ഞാനിവിടെ റിസപ്ഷനിൽ. നിങ്ങൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നതോ ജയിൽ ചാടിയതോ അതോ പരോളോ? അമ്മയ്ക്ക് സുഖമുണ്ടായിരുന്നില്ല. പരോളാ. ഇപ്പൊ മദ്രാസിൽ എന്തിനു വന്നു? ഒരാളെ കാണാൻ. ഈ ഹോട്ടലിൽ? ഇവിടെ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഗുഡ്, വെരി ഗുഡ്. ഡാൻസ് ഹാൾ അവിടെയാണ്. ഹാവ് എ നൈസ് ഡേ.